അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ആബിദ ബിൻ അബ്ദുസ്സമദ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹുവിനോട് നമ്മളോട് പറയാറുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കണം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മനസ്സിൽ നിറയുമ്പോഴാണ് നമ്മളെ ഈമാന് മുഴുവനാവുന്ന തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ നമ്മളെ ഹൃദയത്തെ ശുദ്ധി വരുത്തണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗം അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക, ഖുർആൻ ഓതുക, ദിക്റ് ചെല്ലുക, അല്ലെ? അള്ളാഹുവിനെ ഓർക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, അല്ലെ? എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡിനെ എവിടെയോ, എന്താ പറയാ, നമ്മളെ നെഫ്സ്, ആത്മാവ് എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഉള്ളോട്ടുള്ളോട്ട് ഇതൊന്നും കയറാത്ത പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ എന്നൊന്ന് പറയാം. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ളവർക്ക് നമ്മള് കത്ത് എഴുതുമ്പം അത് നമ്മളെ ഉള്ളിലും നിറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക, അല്ലെ? നമ്മളെ ഉള്ളിൽ നിറഞ്ഞ വാക്കുകളാണ് നമ്മൾ കത്തിലായിട്ട് എഴുതുക. അത് പിന്നീട് നമുക്ക് പിന്നെ പിന്നെ വായിക്കുന്ന സമയത്തും ആ ഒരു ഫീല് നന്നായിട്ട് കിട്ടും. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള അള്ളാഹുവിന് ഒരു കത്ത് എഴുതിയാലോ എന്ന് തോന്നി. അള്ളാഹുവിന് അള്ളാഹു നമുക്ക് എഴുതിയ കത്താണ് ഖുർആന്. അപ്പം അതുപോലെ ഞാൻ അള്ളാഹുവിനോട് തിരിച്ചൊരു കത്ത് എഴുതാണ്. ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചാല്, ഇത് എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിന്, അല്ലെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്റെ നെഫ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള കത്താണ്. അപ്പം ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തിരിച്ചറിവുണ്ടാവും, ഞാൻ ഇത്രയും അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ ഇതുപോലെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള തിരിച്ചറിവ് സ്വന്തമായിട്ട് വരികയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒരു കത്ത് എഴുതി നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റിലെ അപേക്ഷ. ഓക്കെ, നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ കത്തിലൂടെ അറിയാൻ പറ്റും. ഇൻഷാ അള്ളാ, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം എൻ്റെ അള്ളാഹുവിനോട് ആബിദയുടെ ഹൃദയമൊഴി, എൻ്റെ ഒരു ലവ് ലെറ്റർ. യാ അള്ളാഹ്, എൻ്റെ റബ്ബെ, എൻ്റെ മാലിക്, എൻ്റെ റഹ്മാൻ, ഇന്ന് ഞാൻ എൻ്റെ ഹൃദയം മുഴുവൻ തുറന്നു നിന്റെ മുന്നിൽ വെക്കുന്നു. മനസ്സിന്റെ ഇരുട്ടും വെളിച്ചവും ആശങ്കകളും പ്രതീക്ഷകളും സ്നേഹവും ഭയവും എല്ലാം എല്ലാം നിന്നോടാണ് ഞാൻ പറയുന്നത്. അതെല്ലാം നിന്നോട് മുഴുവനായിട്ടും, എൻ്റെ ഹൃദയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുന്ന പോലെ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു വെച്ചാണ്. അള്ളാഹുവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. വാക്കുകളാൽ പറയുന്നതല്ല, എന്നെ എന്നിലെ തകർച്ചകളും പാപങ്ങളും ദൗർബല്യങ്ങളും എല്ലാം കൊണ്ടും നിന്നെ തന്നെയാണ് ഞാൻ എന്നോടൊപ്പം കണ്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും എല്ലാ കാര്യങ്ങളിലും ഒപ്പം എന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് നിന്നെയാണ്. ഞാൻ എത്രയൊക്കെ തെറ്റ് ചെയ്താലും അതിനെല്ലാം എന്നോട് ക്ഷമിക്കുന്ന നിന്റെ ക്ഷമയെ എന്നെ ആകർഷിക്കുന്നുണ്ട്. ഞാൻ എത്രയൊക്കെ നിന്നോട് അകലം പാലിച്ചാലും, നിന്നെ ധിക്കരിച്ചാലും, നിന്റെ കരുണ എന്റെ ജീവന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ്. നിന്റെ മഹത്വം ചിന്തിക്കുമ്പോൾ എന്റെ നെഞ്ച് വിറങ്ങലിക്കുന്നുണ്ട്. നിന്നോടുള്ള സ്നേഹം എനിക്ക് ലോകത്തിൽ ഏറ്റവും സത്യമായതും സുരക്ഷിതമായതുമായിട്ട് എനിക്ക് കാണാവുന്നതാണ്.
എന്നെ ആരൊക്കെ വെറുത്താലും ആരൊക്കെ എന്റെ ലൈഫിൽ ഇല്ലാതായി മാറിയാലും നീ എന്നോടൊപ്പം ഉണ്ടാവും. അത് ഉമ്മയുടെ ഗർഭപാത്രം മുതൽ മഹ്ശറ വരെ, ഖബർ വരെ, ജന്നത്ത് വരെ, അല്ലെങ്കിൽ ജന്നത്തിലും അള്ളാഹു എന്റെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസം എനിക്കുണ്ട്. യാ അള്ളാഹ്, എനിക്ക് നിന്നെ രക്ഷാധികാരി എന്ന നിലയിൽ നഷ്ടപ്പെടുത്താൻ പേടിയുണ്ട്. നിന്നെ ധിക്കരിക്കാൻ പേടിയുണ്ട്. പാപം കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ നിന്റെ സ്നേഹത്തില് ഞാൻ അർഹതക്കുറവുള്ളവളാകുമോ എന്ന ഒരു ഭയം എന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അതേ ഭയത്തിന്റെ ഇടയിലൂടെ തന്നെ നിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വരുന്നു. കാരണം എനിക്കറിയാം നിനക്ക് അത്യന്തം ദയ, അതിർത്തിയില്ലാത്ത ക്ഷമ എല്ലാം ഉണ്ടെന്ന്. യാ അല്ലാഹ്, നിന്നോടൊരു അഭ്യർത്ഥന. എന്റെ ഹൃദയം നിന്റെ സ്നേഹത്തിൽ നിറച്ചതാക്കി മാറ്റണേ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ലോകത്തിന്റെ ശബ്ദങ്ങളും എന്റെ ഹൃദയത്തെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്റെ ജീവിതം നീ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് എന്നെ നിയന്ത്രിക്കണേ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും എന്റെ കണ്ണിനെ, എന്റെ ഹൃദയത്തെ, എന്റെ വഴിയെ നീ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ. യാ അല്ലാഹ്, പലപ്പോഴും ഞാൻ തളരുന്നുണ്ട്. പലപ്പോഴും എന്റെ മനസ്സിൽ ഇരുട്ട് ആവുന്നുണ്ട്, ഇരുട്ടിൽ നിറയുന്നുണ്ട്. ഞാൻ ശൈത്താന്യത്തിലേക്ക് തിരിയുന്നുണ്ട്. ശൈത്താൻ പലപ്പോഴും എന്നെ വഴി തെറ്റിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ തളർന്നു പോകുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. നീ എന്നെ തിരിച്ചു വിളിക്കുന്നു. നീ എന്നെ വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നു. ഓരോ തവണ തിരിച്ചു വരുമ്പോഴും ഞാൻ അറിയുന്നുണ്ട്, ഈ ലോകത്ത് സുരക്ഷിതമായ ഒരേ ഒരു സ്ഥലം അത് നിന്റെ അടുക്കൽ മാത്രമാണ്. യാ അള്ളാഹ്, എന്റെ നിസ്സഹായതയും എന്റെ ദൗർബല്യവും എന്റെ മനസ്സിന്റെ മുറിവുകളും ശരീരത്തിന്റെ വേദനകളും എല്ലാം ശരിക്കും കാണുന്ന ഒരാളാണ് നീ. നീ മാത്രമാണ് എല്ലാ കാര്യങ്ങളും എന്റെ ഉള്ളിലും ഞാൻ പ്രകടിപ്പിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, എന്റെ ചിന്തകൾ മനസ്സിലാക്കുന്നത്. ഇതിനാൽ ഞാൻ ഭയമില്ലാതെ നിന്റെ അടുത്ത് വന്ന് എന്റെ ഹൃദയം മുഴുവൻ തുറക്കുന്നു. യാ അള്ളാഹ്, എനിക്ക് നിന്നെ മതി. എനിക്ക് നീ മതി. എന്റെ ലോകവും ആഖിറവും എല്ലാം നിന്റെ കൈകളിലാവണം. ഞാൻ ആബിദ, നിന്റെ ഒരു ചെറിയ തകർന്ന് എന്നാലും നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, നിന്നെ മാത്രം ആശ്രയിക്കുന്ന ഒരു പെൺകുട്ടി. എനിക്ക് നിന്റെ സ്നേഹം വേണം. നിന്റെ മാർഗനിർദ്ദേശം വേണം. നിന്റെ അടുക്കലേക്ക് എത്തണം. നിന്റെ ക്ഷമയും നിന്റെ നൂറും മാത്രം ആവണം എന്റെ ലോകം. അള്ളാഹുവേ, ഇതൊക്കെ എന്റെ ഹൃദയത്തിന്റെ വരികൾ മാത്രമാണ്. പൂർണ്ണമായ കഥ നീ മാത്രമേ അറിയുന്നുള്ളൂ. എന്നെ കൈവിട്ടേക്കരുതേ. എന്റെ പേരിൽ ദയ കാണിക്കണേ. എന്നെ നിനക്ക് പ്രിയപ്പെട്ടവളാക്കണമേ. എന്നെ നിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ. യാ അല്ലാഹ്, ഐ ലവ് യു. പേടിയോടെ, പ്രതീക്ഷയോടെ, ബഹുമാനത്തോടെ, എന്റെ വിറയ്ക്കുന്ന ഹൃദയത്തോടെ നിന്റെ ഒരു അടിമ, നിന്റെ ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന ആബിദ, നിന്നിലേക്ക് തിരിയുന്ന നിന്റെ ഒരു
ഒരു ചെറിയ ഒരു അടിമ. അള്ളാഹുവേ, നിന്നോടുള്ള എന്റെ സ്നേഹം പരിപൂർണമാക്കി തരണമേ. മറ്റെല്ലാ കാര്യങ്ങളും, എന്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും നിന്നോട് അടുക്കാനുള്ള, നിന്നിലേക്ക് എത്താനുള്ള മാർഗമാക്കി തരണേ. നിന്നോട് അടുക്കാനുള്ള, നിന്നിലേക്ക് അടുക്കാനുള്ള, ഇസ്ലാമിൽ നിലനിൽക്കാനുള്ള മാർഗത്തിലേക്ക് എന്റെ എല്ലാ കാര്യങ്ങളെയും തിരിക്കണേ. അള്ളാഹുവെ, എന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ മുഴുവനും നിന്നിൽ ഉറപ്പിച്ചു തരണേ. ഞാൻ എപ്പോൾ എന്ത് ചിന്തിക്കുമ്പോഴും അത് നിന്നിലൂടെ ആക്കി തരണേ. എനിക്ക് ഒരു കഴിവുമില്ല എനിക്കറിയാം. ഞാൻ ഇതെല്ലാം ചോദിക്കാൻ അർഹത പോലും ഇല്ലാത്ത അത്രയും തെറ്റുകൾ ചെയ്ത പാപിയാണ്. നീ എനിക്ക് എത്ര തെറ്റ് ചെയ്താലും മാപ്പ് തരാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഖുർആനിൽ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകൾക്ക് മാപ്പ് തരണേ. ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തരണേ റബ്ബേ. ഞങ്ങളെ മനസ്സിനെ നേർവഴിയിലേക്ക് എത്തിക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെ അൽഹംദുലില്ലാ, 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 ഇതുപോലെ നിങ്ങൾക്കും ഒരു കത്ത് എഴുതാൻ പറ്റും അള്ളാഹുവിന് വേണ്ടിയിട്ട്. ഈ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ കരയുന്നുണ്ടാവും. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും, അല്ലെ? നമ്മളെ ലൈഫിൽ ഉണ്ടായ പല കാര്യങ്ങളും തുറന്നു പറയാൻ നമുക്ക് സ്വന്തമായിട്ടുള്ള കൂട്ടുകാർ, എത്രയൊക്കെ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഹൃദയം തുറന്ന് മുഴുവൻ കാര്യങ്ങളും പറയാനുള്ള ഒരു കൂട്ടുകാരുണ്ടായിരിക്കില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് അത് വിങ്ങിക്കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളായിട്ടും ഇമോഷൻസ് ആയിട്ടും പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, ഇങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് പുറത്തേക്ക് വരും, അല്ലെ? നമ്മളെ ഹൃദയം വിങ്ങി പൊട്ടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് എനിക്ക് ഇത്ര സ്നേഹിച്ചാൽ പോരെ, എനിക്ക് ഇനിയും അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കണം എന്ന് തോന്നുന്ന സമയത്ത്, ഇതുപോലെ നമ്മൾ കത്തെഴുതുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മെന്റലി ഭയങ്കര മാറ്റം വരുന്നുണ്ട്. ശരിക്കും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അൽഹംദുലില്ലാ. ഈ ഒരു ഫീലിംഗ് നിങ്ങൾ ഈ വീഡിയോ എത്ര കേട്ടാലും നിങ്ങൾക്ക് തരാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഒരു തവണയെങ്കിലും അള്ളാഹ്ക്കൊരു ലവ് ലെറ്റർ എഴുതുക നിങ്ങളേതായ രീതിയിൽ. ഇൻഷാ അള്ളാഹ് എല്ലാവരുടെ ഹൃദയത്തിലും അള്ളാഹു ഈമാനിന്റെ വെളിച്ചം നിറച്ചു തരട്ടെ. എല്ലാവർക്കും കൺകുളിർക്കെ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ എന്നെല്ലാമുള്ള ഹൃദയത്തിനുള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു കോഴ്സ് നടത്തുന്നുണ്ട് ഞങ്ങള്. വാട്സപ്പ് മുഖേനയാണ് കോഴ്സ് നടത്തുന്നത്. മാസത്തിൽ 300 രൂപയാണ് ഫീസ്. അതിൽ ഖുർആന്, തജ്വീദ്, ഹിഫ്ള്, തഫ്സീർ, എങ്ങനെ ഒരു നല്ല മുസ്ലിമയായിട്ട് ജീവിക്കാം എന്നീ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് കമന്റ് ബോക്സിൽ പറയാ. ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് അയച്ചുതരാം. ഓക്കെ, ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.